ഹായ് ഗായ്സ്, അപ്പോൾ ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. കുറച്ചധികം നാളായിട്ട് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിട്ടോ, എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് അങ്ങനെ തന്നെ ഗാലറിയിൽ ഇട്ടുന്നൊരു വീഡിയോ. ഇന്നാണ് എൻ്റെ അവസരം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് ഞാൻ ഇട്ടേക്കുന്നത് ഒരു പലാസ പെൻ, ബ്ലാക്ക് കളർ പലാസ പെന്ന്, പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് കളർ ഇന്നറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്ലിപ്കാർട്ടിലെ പ്രോഡക്റ്റാണ് കേട്ടോ. പ്രോഡക്റ്റുകൾ വേണമെന്നുള്ളവർ ലിങ്കും ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം, ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പുറത്തോട്ട് പോയാലും എന്തെങ്കിലും പാർട്ടിയിലായാലും എന്തിലായാലും നമ്മൾ ഡ്രസ്സിലാണ് ആദ്യത്തെ ഇമ്പ്രഷൻ ഇരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഡ്രസ്സ് നമ്മളെ സഹായിക്കും. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റാണ് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീമും. ഞാനൊരു 4-5 ബോട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വാസ്ലിൻ്റെ ഹെൽത്തി ബ്രൈറ്റ് എന്ന ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസർ. നല്ല കിടിലൻ പ്രോഡക്റ്റാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് സൺസ്ക്രീമിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ സി ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീമാണ്. SPF 50+ PA ആണ് ഇതിൻ്റെ വരുന്നത്. നല്ല കിടിലൻ പ്രോഡക്റ്റാണ്. അത് നല്ല ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫേസിൽ നമുക്ക് കിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് എന്താണ് നല്ലൊരു പൊട്ട് അതിൻ്റെ അടുത്ത കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ള സംഭവമാണ് എഴുന്നേറ്റിലൊരു പൊട്ട്. എനിക്കങ്ങനെയാണ് കേട്ടോ. പിന്നെ നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു കളിയില്ല. അപ്പം നല്ലൊരു 2 ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ചേർത്തിട്ട് കൊടുക്കുമ്പം നമുക്ക് മാറി തിരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ 1ഉം 2ഉം ഒക്കെ ആഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡ് കിട്ടുന്നത്. അപ്പം നല്ല ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യുന്നത്, തല കെട്ടുന്നവരാണെങ്കിൽ കെട്ടിപ്പോവുക, ഇല്ലാത്തവരാണെങ്കിൽ തല അഴിച്ചിട്ട് പോവുക. ഞാൻ കെട്ടി വെച്ചേ പോകത്തുള്ളൂ. എനിക്ക് അതാണ് ഏറ്റവും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വച്ചിട്ടും കാര്യമില്ല. ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ തല മൊത്തം പിന്നി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിടുമ്പോൾ തന്നെ അടുത്തൊരു കോൺഫിഡൻസ് വരും. പിന്നെ അതിന് ശേഷം നല്ല ഇയറിങ്ങൊക്കെ, അതിന് മേച്ചിട്ടുള്ള ഇയറിങ്ങും വാച്ചും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പം ടോട്ടലി നമ്മൾ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്ത് പോകുന്നത് എപ്പോഴെന്ന് അറിയാമോ? നമ്മൾ പുറത്ത് പോണ സമയത്ത്. കാരണം നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിരിക്കാനല്ല എല്ലാ മനുഷ്യരും ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. പിന്നെ ഏറ്റവും വേണ്ട ഒരു സംഭവമാണ് പെർഫ്യൂം. നല്ല കിടിലം പെർഫ്യൂമോട് അടിക്കുമ്പം നമ്മളെ ഓവറോൾ നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ബാഗ് എങ്ങനെ ഉണ്ട്? ഇതെല്ലാം ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കും ചോദിക്കുക.